ഓം ശ്രീം മഹാത്രിപുരസുന്ദര്യൈ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ധ്യാന ശ്ലോകത്തിൻ്റെ 4-ാമത്തെ, അതായത് അവസാനത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അതുകഴിഞ്ഞ് ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം പറയാം. അപ്പോൾ 4-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പവാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖേ അഹമിത്യേവ വിഭാവയേ ഭവാനി. അരുണാം കരുണാതരംഗിത അക്ഷിം. അരുണവർണം. വീണ്ടും പറയുന്നു, അമ്മയ്ക്ക് ചുവന്ന വർണ്ണമാണ് ഉള്ളത്. കരുണാ തരംഗിത അക്ഷിം. അക്ഷിം കണ്ണുകളിൽ നിന്ന് കാരുണ്യം നിറഞ്ഞു തുളുമ്പാണ്. കരുണ അങ്ങനെ നിറഞ്ഞൊഴുകാണ്. ധൃതപാശാങ്കുശം. കൈകളിൽ പിടിച്ചിരിക്കുന്നത് പാശം, കയറ്, അങ്കുശം, തോട്ടി. പുഷ്പബാണചാപങ്ങൾ. പുഷ്പബാണങ്ങളാണ് അമ്മയ്ക്കുള്ളത്. കാമദേവൻ്റെ കയ്യിലുള്ളതുപോലെ പുഷ്പബാണങ്ങളാണ് അമ്മയുടെ കയ്യിലും ഉള്ളത്. അമ്പും വില്ലും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് 4 കൈകളാണ് ഉള്ളത്. അണിമാദിഭിഹി ആവൃതാം. പലതരത്തിലുള്ള സിദ്ധികളും എവിടെ നിന്നാണ് ഉണ്ടായത്? ദേവിയിൽ നിന്നാണ് ഉണ്ടായത്. അങ്ങനെ പല സിദ്ധികളും ഐശ്വര്യങ്ങളും ഒരു പൊൻകിരണങ്ങളെ പോലെ അമ്മയെ അങ്ങനെ വലം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹേഷിം, മഹേശ്വരിയായിട്ടുള്ള അമ്മയെ അഹമിത്യേവ, അഹം ഞാൻ, ഇതി ഇപ്രകാരം, ഏവ ഇതാ, വിഭാവയേ മനസ്സിൽ ധ്യാനിക്കുന്നു. അപ്പോൾ എന്താണ്? ചുവന്ന വർണ്ണത്തോടു കൂടിയ അമ്മയുടെ കണ്ണിൽ നിന്ന് കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്നു. അമ്മയുടെ 4 കൈകളിലും കയറ്, തോട്ടി, പിന്നെ കാമദേവനെ പോലെ പുഷ്പബാണങ്ങളുള്ള അമ്പും വില്ലും ധരിച്ചിരിക്കുന്നു. പല സിദ്ധികളും ഐശ്വര്യങ്ങളും ഒരു പൊൻകിരണങ്ങളെ പോലെ അമ്മയെ വലം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആ മഹേശ്വരി ആയിട്ടുള്ള അമ്മയെ ഞാൻ ഇപ്രകാരം ഇതാ എൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ.